ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഒക്ടോബർ 21 മുതൽ ഒരു 15 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ ആ കഷ്ടനഷ്ടങ്ങളൊക്കെ വിട്ടുമാറി ഒരു നല്ല കാലം ആരംഭിക്കുവാൻ പോവുകയാണ്. ഇപ്പോൾ ഒക്ടോബർ 18 നടന്ന വ്യാഴമാറ്റത്തിൻ്റേതായിട്ടുള്ള ഫലങ്ങളും അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ഒരു 5 രാശികളിൽ വരുന്ന 15 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ, ധനനേട്ടങ്ങൾ, ഗുണാനുഭവങ്ങൾ ഇതെല്ലാം വന്നു ചേരുന്ന ഒരനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതുമാണ്. ഒരുപാട് നാളത്തെ പല കഷ്ടതകളും വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇവിടെ ഈ പറയുന്ന നക്ഷത്രങ്ങൾ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച്, സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ, നന്മകളാണ് നാളെ ഒക്ടോബർ 21 മുതൽ അനുഭവത്തിൽ വരുന്നത്. 5 രാശികളിൽ വരുന്ന 15 നക്ഷത്ര ജാതകർക്കാണ് ആ ഗുണഫലങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അനുഭവത്തിൽ വരിക. നമ്മളിതിവിടെ പറയുന്നത് ഓരോ രാശിക്കും അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ്. ഒരു രാശിയിൽ തന്നെയുള്ള നക്ഷത്രത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരാണ് ജനിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ ജനന ജാതകത്തിൻ്റെ ബലവും ഈശ്വരാനുഗ്രഹവും നിങ്ങൾക്ക് ഇവിടെ പറയുന്ന ഫലങ്ങൾ ആ കൂടുതലായിട്ട് ലഭിക്കുന്നതിന് കാരണമാകും. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങളും ഒക്കെ നമ്മളെ അത്രയധികം സ്വാധീനിക്കും. ചില വ്യക്തികളെ സംബന്ധിച്ച് യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ജനന ജാതകവും കൂടെ പരിശോധിക്കുമ്പോൾ ഇവിടെ പറയുന്ന ഗുണഫലങ്ങൾ എത്രത്തോളം ലഭിക്കുമെന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾ കൂടെ കണക്കിലെടുക്കുമ്പോഴാണ് നമുക്ക് ഈ രാശിക്കൊക്കെ അനുസരിച്ച് ആ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് ലഭിക്കുന്ന ആ ഗുണഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഒരു രാശിയുടെ ഫലം പറയുമ്പോൾ ആ രാശിയിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ചിലപ്പോൾ ആ ഗുണഫലങ്ങൾ അത്രത്തോളം ഒരുപോലെ അനുഭവത്തിൽ വരണമെന്നില്ല. അതാണ് ആ ജനന ജാതകത്തിൻ്റെ പ്രത്യേകത. അതെല്ലാ വീഡിയോയിലും ഞാൻ എടുത്തു പറയുന്നതുമാണ്. നമുക്ക് നാളെ മുതൽ ഒക്ടോബർ 21 മുതൽ ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല കാലത്തിൻ്റെ ആരംഭമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ദുഃഖദുരിതങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാവുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി നോക്കുമ്പോൾ മേടം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയ വ്യക്തികളാണ്. തൊട്ടതെല്ലാം നമുക്കൊരു പരാജയമായിട്ട് അനുഭവപ്പെട്ട ഒരു സമയം, ഒരു കാലഘട്ടം. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും അനാവശ്യമായിട്ടുള്ള അലച്ചിലുകൾ, ഒരുപാട് പാഴ്ചിലവുകൾ വന്നു ചേർന്ന അനുഭവം. 10 രൂപ നമ്മുടെ കയ്യിൽ വന്നാൽ അതിൻ്റെ ഇരട്ടിക്കിരട്ടി ചിലവ് അനുഭവത്തിൽ വരുന്ന ആ രീതിയിലുള്ള പല അനുഭവങ്ങളും പലർക്കുമുണ്ട്. കടം വാങ്ങിയും മറ്റുമൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ നടത്തേണ്ടി വന്ന ഒരവസ്ഥ. അവരവരുടെ ജോലിയിലൊക്കെ ആണെങ്കിലും അപ്രതീക്ഷിതമായ ബുദ്ധിമുട്ടുകൾ, മാറ്റങ്ങൾ, ആ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരനുഭവമൊക്കെ പല മേടം രാശിക്കാരെ സംബന്ധിച്ചും കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ട്. ഒരുപാട് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും, ഒരുപാട് വിശ്വസിച്ചവരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ ലഭിച്ച ഒരു സാഹചര്യം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, ആശുപത്രിവാസങ്ങൾ, അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ. അങ്ങനെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മേടം രാശിയിൽപ്പെട്ടവർ എല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ തടസ്സം, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ചു വന്ന വ്യക്തികളാണ്. ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിനൊരുപാട് കാലതാമസം, തടസ്സം അനുഭവപ്പെടുക. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ പലതും നമുക്ക് പൂർത്തീകരിക്കാനാവാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. ഒരു ഗൃഹനിർമ്മാണത്തിൻ്റെ കാര്യമൊക്കെ എടുത്താലും പല മേടം രാശിക്കാരെ സംബന്ധിച്ചും അതൊന്നും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരനുഭവം. അതുപോലെ തന്നെ അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദാമ്പത്യ കുടുംബ ജീവിതത്തിലുമൊക്കെ അപ്രതീക്ഷിതമായ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തിൽ കൂടിയാണ് മേടം രാശിയിൽപ്പെട്ട പലരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ് മുന്നോട്ട് അനുഭവത്തിൽ വരിക. ഒരു നല്ല കാലഘട്ടം, നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ മേടം രാശിക്കാർക്ക് ലഭിക്കും.
ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ആരോഗ്യപരമായ എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി ശരീരത്തിനൊരു പുത്തൻ ഉണർവ്, ആരോഗ്യമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അനാവശ്യ പാഴ്ചെലവുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ വിട്ടുമാറും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന അലച്ചിലുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറി നിങ്ങൾക്കൊരു മനസ്സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന നല്ല നല്ല അനുഭവങ്ങൾ മുന്നോട്ടുള്ള സമയം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. നഷ്ടപ്പെട്ടു പോയ ജോലിയൊക്കെ തിരിച്ചു ലഭിക്കുന്ന സമയം, നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു ജോലിയിലൊക്കെ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരും. കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു വഴി ഈശ്വരൻ നിങ്ങളുടെ മുൻപിൽ തെളിച്ചു നൽകും. അങ്ങനെയുള്ള നല്ല നല്ല മാറ്റങ്ങൾ വരും. അനാവശ്യമായ പാഴ്ചെലവുകൾ വിട്ടുമാറി കയ്യിൽ വരുന്ന പണം ഉപയോഗപ്രദമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കുന്ന ഒരു സമയം. എല്ലാം ശുഭകരമായിട്ടുള്ള ചിലവുകൾ, മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ, നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ മേടം രാശിക്കാർക്ക് വന്നു ചേരും. പലരെയും സംബന്ധിച്ച് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സമയം. പലർക്കും മുടങ്ങിക്കിടന്നിരുന്ന ആ ഒരു വീടിൻ്റെ, ഭവനത്തിൻ്റെ നിർമ്മാണമൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മംഗളകരമായ ശുഭ ചിലവുകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും. വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കാലതാമസം, തടസ്സങ്ങളൊക്കെ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ, ഒരു സുഖാനുഭവം ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. മേടം രാശിക്കാരെ സംബന്ധിച്ച് മാതാവ് അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്നൊക്കെ നല്ല ഗുണഫലങ്ങൾ മുന്നോട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീട്, ഭൂമി സംബന്ധിച്ചിട്ടുള്ള പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വിട്ടുമാറും. പൊതുവെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ആ ഒരു മാനസികപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി നിങ്ങളുടെ മനസ്സ് ഒന്ന് തെളിയുന്ന സമയമാണ്. ജീവിതത്തിലൊരു നല്ല ഉയർച്ച, നല്ല മാറ്റം, നല്ല ഒരു ഗുണപ്രദമായിട്ടുള്ള ഫലങ്ങൾ മേടം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ലഭിക്കും. മേടം രാശിയിൽ വരുന്ന കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ പല പ്രയാസങ്ങളും വിട്ടുമാറി കുടുംബത്തിലൊരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ ലഭിക്കുന്ന അനുഭവം വന്നു ചേരുകയും ചെയ്യും. നിങ്ങൾ ഈ ഒരു സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം പറഞ്ഞ പ്രകാരം അവരവരുടെ ജനനജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മേടം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ നന്മകളും നാളെ മുതൽ അനുഭവത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ നല്ല മാറ്റങ്ങളാണ് മുന്നോട്ട് അനുഭവത്തിൽ വരുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തീരെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ലഭിച്ചവരാണ് ധാരാളം പേരും. അതെല്ലാം വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ് സത്യം. പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക പരാജയം, സാമ്പത്തിക പരാധീനതകൾ, ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, അതുപോലെ വണ്ടി വാഹനങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു അപകടമോ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടായേക്കാവുന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുള്ളവരും കർക്കിടകം രാശിയിൽപ്പെട്ടവർ ധാരാളമാണ്. അതുപോലെ തന്നെ അവരവരുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ആ ദമ്പതികൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട് താമസിക്കേണ്ട ഒരവസ്ഥയൊക്കെ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പുണർദം, പൂയം, ആയില്യം നക്ഷത്രജാതകരെ സംബന്ധിച്ച് പലതരത്തിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റങ്ങളോ ഒരു പരാജയങ്ങളോ കഷ്ടനഷ്ടങ്ങളൊക്കെ അനുഭവത്തിൽ വന്നവരും കർമ്മം സംബന്ധിച്ചിട്ട് പല പ്രശ്നങ്ങൾ അനുഭവത്തിൽ വന്നവരുമൊക്കെ ധാരാളമാണ്. പൊതുവെ നമ്മൾ പറയാറില്ലേ, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ലഭിക്കാത്ത കർക്കിടകം രാശിക്കാർ കുറവാണ് എന്ന് തന്നെ പറയാം. അത് ചിലരെ സംബന്ധിച്ച് ആരോഗ്യമാകാം, മറ്റു ചിലർക്ക് സാമ്പത്തികം, കടബാധ്യതകൾ, അതുപോലെ ദാമ്പത്യ കുടുംബജീവിതം, അങ്ങനെ പല തരത്തിലാണ് ഓരോരുത്തർക്കും ആ ഒരു പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വന്നു ചേർന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ഏതെങ്കിലും കേസ് വഴക്കുകളിലൊക്കെ പെട്ട വ്യക്തികളും കുറവല്ല. അത് ഭൂമി സംബന്ധമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ദാമ്പത്യ സംബന്ധമായിട്ടാണെങ്കിലും ഒക്കെ പണം സംബന്ധമായിട്ടുമൊക്കെ ആ ഒരു കേസ് വഴക്കുകളിലൊക്കെ ഉൾപ്പെട്ടവരും ധാരാളമാണ്. കർക്കിടകം രാശിയിൽക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നല്ല മാറ്റം ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളുടെ ജീവിതത്തിന് അലട്ടിയിരുന്ന എല്ലാവിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പൂർണ്ണമായി വിട്ടുമാറും.
എത്ര വലിയ കടബാധ്യതകൾ, സാമ്പത്തിക പ്രതിസന്ധികളാണെങ്കിലും അതിനെയൊക്കെ മറികടക്കുവാനുള്ള ഒരു പോം വഴി ഈശ്വരൻ നിങ്ങളുടെ മുൻപിൽ നൽകും. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനം, പണം കൈകളിലേക്ക് വന്നു ചേരുന്ന സമയം. സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. അവരവരുടെ കുടുംബത്തിൻ്റെയും ഒക്കെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരും. അനാവശ്യമായിട്ട് നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന എതിർപ്പുകൾ, അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറുന്ന ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്, ചില വ്യക്തികളെ സംബന്ധിച്ച് സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും ജോലി ചെയ്യുന്ന ഇടങ്ങളിലുമൊക്കെ എത്ര നന്മ ചെയ്താലും നമുക്ക് ആ നന്മയ്ക്കനുസരിച്ചിട്ടുള്ള ഒരു പ്രതികരണം മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കാതിരിക്കുക, ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയൊക്കെ പെരുമാറുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവമൊക്കെ നേരിടുന്നവർ ധാരാളമാണ്. അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ആ കർമ്മ മേഖല ഒക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശത്രുതകളും എതിർപ്പുകളും ഒക്കെ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നവർ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുണ്ട്. അവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുക, നടത്തി വരുന്ന ചികിത്സകളൊക്കെ ഫലത്തിൽ, അനുഭവത്തിൽ വരിക, നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന സമയവുമാണ്. കേസ്, കോടതി വ്യവഹാരങ്ങളിൽ കൂടെയൊക്കെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ പലതും നിങ്ങളെ വിട്ടൊഴിഞ്ഞ് മാറിപ്പോവുക, അല്ലെങ്കിൽ പലതും നിങ്ങൾക്ക് അനുകൂലത്തിൽ ലഭിക്കുന്ന അവസ്ഥയൊക്കെ വന്നു ചേരും. പൊതുവേ കർക്കിടകം രാശിക്കാർ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു നല്ല മാറ്റമാണ് മുന്നോട്ടുള്ള സമയം. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സം, കാലതാമസം വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ളൊരു വിവാഹം നടക്കുന്ന സമയം. അതുപോലെ ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കും സമയം വളരെ വളരെ അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. പിതാവിൽ നിന്നുള്ള നല്ല ഗുണാനുഭവം, അല്ലെങ്കിൽ പിതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, നന്മകളൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു നല്ല മാറ്റം ഈശ്വരൻ നിങ്ങൾക്ക് നൽകും. അതിൻ്റേതായിട്ടുള്ള ഒരു വിജയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ആ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോയാൽ കൂടുതൽ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും നാളെ മുതൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് സമയം വളരെ വളരെ അനുകൂലമാണ്. ഏറെക്കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചു വന്നുകൊണ്ടിരുന്ന പലതരത്തിലുള്ള ദുഃഖദുരിതങ്ങൾ, കഷ്ടതകൾ, പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കന്നിരാശിക്കാരെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് കാലതാമസം, സമയം പലതിനും നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നു. വളരെ നിഷ്പ്രയാസം സാധിച്ചു വരേണ്ട പല കാര്യങ്ങൾക്കും ഒരുപാട് അലച്ചിലുകൾ, പരിശ്രമങ്ങളൊക്കെ വേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ എല്ലാ കാര്യത്തിലും അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ചെയ്യുന്ന ജോലി, കർമ്മം സംബന്ധിച്ചിട്ടുള്ള തടസ്സം, പ്രയാസങ്ങൾ ഒക്കെ അനുഭവത്തിൽ വന്നിരുന്ന വ്യക്തികളാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് മാനസികമായിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടെ കടന്നു വന്ന വ്യക്തികളാണ് എന്ന് പറയാം. ഓരോ കന്നിരാശിക്കാരെ സംബന്ധിച്ചും പലതരത്തിലായിരിക്കും അവരവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ചിലർക്ക് അവരവരുടെ ഒരു പങ്കാളിയിൽ നിന്ന് അനുഭവത്തിൽ വരുന്ന എന്തെങ്കിലും മാനസിക വിഷമങ്ങൾ, പ്രശ്നങ്ങൾ. മറ്റു ചിലരെ സംബന്ധിച്ച് അവരവരുടെ കുട്ടികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ആശങ്ക, അതുമൂലം ഉണ്ടാകുന്ന മനോവിഷമം, ഇങ്ങനെ പല കാര്യങ്ങളാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് പലതരത്തിൽ മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചു വന്ന വ്യക്തികളാണ്. അതിൽ നിന്നൊക്കെ ഒരു നല്ല മാറ്റം, ഒരു നല്ല നേട്ടമാണ് നിങ്ങൾക്ക് മുന്നോട്ട് ലഭിക്കുന്നത്. പൊതുവേ കഴിഞ്ഞ കാലഘട്ടങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്ക് ഒരു രൂപ പോലും ഒരു സമ്പാദ്യമാക്കാൻ പലർക്കും സാധിച്ചിട്ടില്ല. പണം വരുന്നതിനേക്കാട്ടിൽ കൂടുതൽ ചിലവുകൾ അപ്പോൾ തന്നെ വന്നു ചേരുന്ന ഒരനുഭവം. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് എന്നുള്ളത് മാത്രം. അപ്പോൾ നമുക്ക് കടം വാങ്ങിച്ചൊക്കെ ചിലവഴിക്കേണ്ട ഒരു അനുഭവം, അപ്രതീക്ഷിതമായ കടബാധ്യതകളൊക്കെ പലർക്കും വന്നു ചേർന്നിട്ടുണ്ട്. കർമ്മസംബന്ധമായിട്ടും പ്രതീക്ഷിച്ച ആ ഒരു വിജയം, അല്ലെങ്കിൽ ആ കർമ്മത്തിൽ നിന്ന് ചെയ്യുന്ന കർമ്മം എന്താണോ അതിൽ നിന്ന് അത്രമേൽ വിജയമൊക്കെ ലഭിക്കാത്ത അനുഭവമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും, പ്രതിസന്ധികളും, ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ തന്നെ ജീവിത പങ്കാളിയിൽ നിന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കൊരു നേട്ടങ്ങൾ, നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുക.
അതുപോലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിങ്ങൾക്ക് അനുഭവത്തിലില്ലാതിരുന്ന മാനസികവും ശാരീരികവുമായൊരു സുഖം, സമാധാനം, സന്തോഷമൊക്കെ ഈ ഒരു സമയത്ത് ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരും. മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. അതുപോലെ അവരവരുടെ കുട്ടികളുടെ സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആകുലത, വേവലാതികൾ വിട്ടുമാറുക, കുട്ടികളുമായിട്ടുണ്ടായിരുന്ന ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ വിട്ടുമാറി മാതാപിതാക്കളും കുട്ടികളുമായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന അനുഭവം, മാതാപിതാക്കളുടെ ആഗ്രഹത്തിനനുസരിച്ച് മക്കളുടെ ഭാഗത്തു നിന്ന് നല്ല നല്ല പ്രതികരണങ്ങൾ അവർക്ക് ലഭിക്കുന്ന അനുഭവം, കുട്ടികളും മാതാപിതാക്കളും ഒരുമിച്ച് താമസിക്കുന്ന ഒരനുഭവം വന്നു ചേരും. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസമോ ഉയർന്ന ജോലിയോ വിദേശ ജോലിയോ അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു മംഗല്യ ഭാഗ്യം, വിവാഹത്തിനൊക്കെയുള്ളൊരു സമയം മുന്നോട്ട് വളരെ വളരെ അനുകൂലവുമാണ്. അവരവരുടെ സന്താനങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ കന്നിരാശിക്കാരായ മാതാപിതാക്കൾക്കും ലഭിക്കുന്ന ഒരു സമയം. പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന പണം അനാവശ്യ പാഴ്ചെലവുകളൊക്കെ വിട്ടുമാറി ചെറുതാണെങ്കിലും നിങ്ങൾക്കൊരു സമ്പാദ്യം ആക്കി മാറ്റുവാൻ അല്ലെങ്കിൽ ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. പല കന്നിരാശിക്കാരെ സംബന്ധിച്ചും ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന സ്വന്തമായൊരു ഭൂമി, ഗൃഹം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന കാലഘട്ടം. അതിനുള്ള അവസരങ്ങൾ, ഭാഗ്യങ്ങളൊക്കെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മം സംബന്ധിച്ചിട്ടൊക്കെ നല്ല മാറ്റങ്ങൾ, പലർക്കും പുതിയ തൊഴിൽ, പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ പറ്റുന്ന ഒരു സമയം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനൊക്കെ ഉള്ള അവസരങ്ങളൊക്കെ പലർക്കും വന്നു ചേരുകയും ചെയ്യും. കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രതിസന്ധികളിൽ നിന്നും ഒരു നല്ല മാറ്റമാണ് നാളെ മുതൽ അനുഭവത്തിൽ വരുന്നത്. ഈ ഒരു സമയം ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും നിങ്ങൾക്ക് ദമ്പതികൾക്കിടയിൽ ഒരു നല്ല ഒരു മാറ്റം ലഭിക്കും. പരസ്പരം മനസ്സിലാക്കാനുള്ള അവസരം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു സമയം, ഒരവസരമൊക്കെ ഈശ്വരൻ നൽകും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷമൊക്കെ വന്നു ചേരുന്ന അനുഭവം ലഭിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരിരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചു വരുന്ന പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾക്കും പല ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നിരുന്ന അപമാനങ്ങൾക്കും ഒക്കെ ഒരു മാറ്റം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളെ വളരെ പരിഹാസ്യമായിട്ട് കണ്ടിരുന്ന വ്യക്തികളുടെയൊക്കെ മുൻപിൽ നല്ല രീതിയിൽ ജീവിച്ച് മുന്നേറുവാനായിട്ടുള്ള ഒരു ഈശ്വരാനുഗ്രഹം ഓരോ കുംഭം രാശിക്കാർക്കും ലഭിക്കുന്ന ഒരു സമയം. നമ്മളേറെ വിശ്വാസമർപ്പിച്ചിരുന്ന, ഏറെ വിശ്വസിച്ചിരുന്ന പലരിൽ നിന്നും പല മോശപ്പെട്ട അനുഭവങ്ങളും കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചു വരുന്നവരാണ് കുംഭം രാശിയിൽപ്പെട്ട പലരും. ഒരുപാട് സഹായിച്ച വ്യക്തികൾ പോലും അവരവരുടെ ആവശ്യങ്ങൾക്ക് ശേഷം ഒരു നല്ല രീതിയിലുള്ള സംസാരമോ പെരുമാറ്റമോ ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കാത്ത അനുഭവങ്ങളൊക്കെ പലർക്കുമുണ്ട്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം, ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നാൽ ഒരുപാട് സഹായത്തിന് ആദ്യം ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ച് ഇവർ സഹായിച്ച വ്യക്തികൾ തന്നെയാണ് പിന്നീട് പലർക്കും ശത്രുക്കളായി മാറുന്നത് എന്നുള്ളതാണ് പരമമായ സത്യം. കഴിഞ്ഞ കുറേ കാലങ്ങളായി പലതരത്തിലുള്ള മാനസിക, ശാരീരിക, സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു വരുന്നവരാണ് കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും. പലരെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ പ്രശ്നങ്ങളൊന്നും ബാക്കിയില്ല എന്ന സ്ഥിതിയാണ്. അത്രമേൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും സ്വന്തം ബന്ധങ്ങളിൽ നിന്ന് ലഭിച്ച പല മോശപ്പെട്ട അനുഭവങ്ങളും, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള ആ ഒരു ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാക്കിയ വ്യക്തികളാണ് കുംഭം രാശിയിൽപ്പെട്ട പലരും. നമ്മൾ മാത്രമേ തുണയായിട്ടുള്ളൂ എന്നുള്ള ഒരു സത്യം പലരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും മുന്നോട്ട് വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം, ഗുണഫലം അനുഭവത്തിൽ വരും. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ധനം സംബന്ധിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുമെന്നുള്ളതാണ്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുക, നിങ്ങളുടെ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുക എന്നുള്ളതാണ്.
എത്ര വലിയൊരു കടബാധ്യതകളിൽ കൂടെ കടന്നു പോകുന്ന കുംഭം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല മാറ്റം അനുഭവത്തിൽ വരും. നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. അവരവരുടെയും അവരവരുടെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിലുള്ള ഒരു പണവരവ് തീർച്ചയായിട്ടും വന്നു ചേരും. അതുപോലെ തന്നെ കുടുംബത്തിൽ ഒരു സമാധാനം, സന്തോഷം, സുഖം അനുഭവത്തിൽ വരും. ഇത്രയും നാളും നിങ്ങളെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കുന്നതുമാണ്. നിങ്ങളുടെ വാക്കിന് തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ വാക്കിന് തന്നെ പലരും ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മതിപ്പും നിലയും വിലയും ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. അപ്രതീക്ഷിതമായ സാമ്പത്തിക ഉയർച്ച, ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. സമൂഹത്തിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ നിങ്ങൾ നേരിട്ടിരുന്ന എല്ലാ അപമാനങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്ത് നേരിട്ടിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾക്കുമൊക്കെ മറുപടിയായി നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ ഈശ്വരൻ അനുഗ്രഹിക്കുന്ന ഒരു സമയം. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കുന്ന സമയം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ നിന്നുപോയ പല കാര്യങ്ങളും പുനരാരംഭിച്ച് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഒരുപാട് കാലത്തെ ആഗ്രഹം, സ്വന്തമായൊരു ഭൂമി, വീട് എന്ന് ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഒരു വഴി തെളിഞ്ഞു കിട്ടും. പലർക്കും ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ പറ്റുന്നൊരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. ഒരു ലോണൊക്കെ സംബന്ധിച്ചൊരു ഗൃഹനിർമ്മാണത്തിനൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ ഇതിന് മുൻപുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ വിട്ടുമാറി ഒരു ഗൃഹം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ലോണ്, ആ പണമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. പ്രത്യേകിച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കും. നിങ്ങൾ നേരിട്ടിരുന്ന എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരും എന്നുള്ളതാണ്. ഈശ്വരാനുഗ്രഹം നിങ്ങളെ സംബന്ധിച്ച് ധാരാളമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മം സംബന്ധിച്ച്, ജോലി സംബന്ധമായിട്ട് ഏതൊരു വ്യക്തിയാണോ കുംഭം രാശിയിൽപ്പെട്ടവർ വിഷമിക്കുന്നത് അതിനൊക്കെ മാറ്റമുണ്ടാകും. ജോലി ഇല്ലാത്തവർക്ക് ഒരു ജോലി ലഭിക്കുന്ന സമയം, അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നല്ല മാറ്റം, ഉയർച്ചയൊക്കെ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് വന്നു ചേരും. അപ്രതീക്ഷിതമായ ചില ശുഭ ചിലവുകൾ ലഭിക്കുന്ന സമയമാണ്. പലർക്കും മുന്നോട്ട് അവരുടെ കുടുംബത്തിൽ നല്ലൊരു വിവാഹം, മംഗല്യഭാഗ്യത്തിനുള്ള സമയം, ഭൂമി ഗൃഹയോഗം, അതുപോലെ വണ്ടി വാഹന യോഗങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ നിന്ന് കഷ്ടകാലം വിട്ടുമാറി ഒരു നല്ല കാലത്തിൻ്റെ ആരംഭമാണെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. അത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഗുണഫലങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിയിൽ വരുന്ന ഉത്രട്ടാതി, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരു നല്ല കാലം, നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് പലരും. തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള അനുഭവങ്ങളും ഈ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി പലരും അനുഭവിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തികളെ സംബന്ധിച്ചും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും പറ്റാത്തത്ര പ്രയാസങ്ങളിൽ കൂടെയാണ് പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇതിനു മുൻപും മീനം രാശിക്കാരെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ശിരസിൽ താങ്ങാവുന്നതിന് കൂടുതൽ ഭാരം കയറ്റി വെച്ചാൽ എന്താണോ ഫലം, അതുപോലെയാണ് പല മീനം രാശിക്കാരുടെ അവസ്ഥയും. അതായത് മുന്നോട്ട് സഞ്ചരിക്കാൻ പോലും കഴിയുന്നില്ല. അത്രമേൽ ഭാരം, അത്രമേൽ ജീവിത പ്രശ്നങ്ങൾ, ജീവിത ഭാരങ്ങളാണ് പലരെയും സംബന്ധിച്ച്. ഓരോ മീനം രാശിക്കാരെ സംബന്ധിച്ചും പ്രശ്നങ്ങൾ വ്യത്യാസമുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള താങ്ങാവുന്നതിലും കൂടുതൽ പ്രശ്നങ്ങൾ, ബാധ്യതകളാണ് ഉള്ളത്. നിങ്ങൾക്ക് മുന്നോട്ടുള്ള സമയം, ആ നിങ്ങളുടെ ശിരസിൽ താങ്ങാവുന്നതിലും കൂടുതലുള്ള ഭാരം, അത് ഒരാൾ എടുത്തു മാറ്റിയാൽ എങ്ങനെയാണോ നിങ്ങൾക്ക് മുന്നോട്ട് വളരെ നിഷ്പ്രയാസം സഞ്ചരിക്കാൻ സാധിക്കുന്നത്, അതുപോലുള്ളൊരു അനുഭവങ്ങളാണ് ലഭിക്കുക. നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു നല്ല മാറ്റം, നല്ലൊരു ഗുണഫലം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് മീനം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി അവരവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരവരുടെ ജോലി കർമ്മത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്ന ഒരു വരുമാനമോ ഉയർച്ചയോ ലഭിക്കാതെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ്. പലർക്ക് സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ട അനുഭവമുണ്ട്. അത് വിദേശത്ത് ജോലിയുള്ളവർക്കൊക്കെ വിദേശത്ത് ജോലി നഷ്ടപ്പെട്ട അനുഭവം, അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്തു വന്നിരുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ചും ആ ബിസിനസ്സിലൊക്കെ പരാജയങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ധാരാളമായിട്ട് അനുഭവിച്ചവരാണ്.
നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ടുള്ള സമയം തീർച്ചയായിട്ടും കർമ്മരംഗത്താണ് ഏറ്റവും നല്ല മാറ്റങ്ങൾ ഉണ്ടാവുക. ജോലിയില്ലാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവിനനുസരിച്ച് നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നല്ല മുന്നേറ്റം, നല്ല മാറ്റം, ഒരുപാട് കാലങ്ങളായി ലഭിക്കാതിരുന്ന ഒരു പദവി ഉയർച്ചയോ സ്ഥാനമാറ്റമോ ഇടം മാറ്റമോ ഒക്കെ ലഭിക്കുന്ന സമയം. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മീനം രാശിക്കാർക്കും സമയം അനുകൂലമാണ്. പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. വിദേശത്തൊരു ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്കും സമയം വളരെ വളരെ അനുകൂലമാണ്. ബിസിനസ്സൊക്കെ നടത്തുന്ന വ്യക്തികളെ സംബന്ധിച്ചും നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന ഒരു സമയമാണ്. പൂർവികപരമായിട്ട് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പൂർവിക വഴിയിൽ ഭൂമിയോ മറ്റ് സ്വത്തുവകകളോ ഒക്കെ ലഭിക്കാനുള്ള വ്യക്തികളാണെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം. പ്രത്യേകിച്ച് മീനം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ, മീനം രാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ജീവിതമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയമാണ്. അവർക്ക് ഉയർ വിദ്യാഭ്യാസം ലഭിക്കുക, വിദേശത്ത് ജോലി, വിദേശ പഠനം, നല്ല മംഗല്യം, വിവാഹം, ഇതൊക്കെ അവർക്ക് ലഭിക്കുന്ന ഒരു സമയവുമാണ്. അതുപോലെ കുറച്ച് കാലങ്ങളായി സന്താനങ്ങളുമായി വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന മീനം രാശിക്കാരായ മാതാപിതാക്കൾക്ക് അവരോടൊത്ത് ഒരുമിച്ച് താമസിക്കുവാനുള്ള ഒരു യോഗം, അവസരം ലഭിക്കുന്ന സമയം. സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന സമയവുമാണ്. വിവാഹം കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി വരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ സന്താന ഭാഗ്യം നൽകുന്ന ഒരു സമയവുമാണ് മുന്നോട്ടുള്ളത്. അങ്ങനെ എല്ലാ തരത്തിലും നല്ല ഭാഗ്യം, ഈശ്വരാനുഗ്രഹമൊക്കെ മീനം രാശിക്കാർക്ക് വന്നു ചേരും. അതുപോലെ പലരെയും സംബന്ധിച്ച് സ്വന്തമായ ഭൂമി, ഗൃഹത്തിനുള്ള യോഗങ്ങളൊക്കെ വന്നു ചേരും. ഒരു വാടക ഭവനത്തിലൊക്കെ താമസിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഗൃഹത്തിന് യോഗമുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. പലർക്കും ഒരു ഗൃഹനിർമ്മാണത്തിന് ഒരു അടിത്തറ കുറിക്കുവാനൊക്കെ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു സമയത്തിൻ്റെ ആരംഭവും കൂടിയാണ് ഇത്. പ്രധാനമായിട്ടും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ മുന്നോട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായിട്ട് മുന്നോട്ട് പോവുകയും ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. അതുപോലെ ദാമ്പത്യപരമായിട്ടാണെങ്കിലും ഒരു നല്ല മാറ്റം, ഗുണഫലം, ദമ്പതികൾ തമ്മിൽ അല്ലെങ്കിൽ ദമ്പതികളിൽ നിന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, നന്മകൾ, ഗുണഫലങ്ങളൊക്കെ ലഭിക്കുക. അതുപോലെ അനുയോജ്യമായ വിവാഹത്തിനൊക്കെയുള്ള യോഗമുള്ള സമയത്തിൻ്റെ ആരംഭവുമാണ്. മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെ സംബന്ധിച്ചും, സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നന്മകൾ, ഈശ്വരാനുഗ്രഹങ്ങൾ, ഭാഗ്യങ്ങൾ വന്നു ചേരും. അത്രമേൽ സമയം വളരെ അനുകൂലമാണ്. ഒരുപാട് ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ഒരു മോചനം ലഭിച്ച് മനസ്സിനും ശരീരത്തിനും തന്നെ ഒരു പുത്തൻ ഉണർവും ഉന്മേഷവും ഒക്കെ ലഭിച്ച് മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു അടിത്തറ ലഭിക്കുന്ന ഗുണാനുഭവങ്ങളാണ് വന്നു ചേരുക. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. സമയം നിങ്ങൾക്ക് അത്രമേൽ അനുകൂലമാണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു സമയം മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.